അധികാരത്തിൽ ഒരു മാസം പിന്നിടുന്ന UDF സർക്കാരിനെതിരെ ഉയരുന്ന ആദ്യ അഴിമതി ആരോപണമാണ് ഇത്. 10% വരെ വീര്യമുള്ള മദ്യത്തിന്റെ നികുതി 120%, 10% മുതൽ 20% വരെ വീര്യമുള്ളവയുടെ വിൽപ്പന നികുതി 175% കുറയ്ക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനമാണ് അഴിമതി ആരോപണത്തിന് വഴിവെച്ചത്. ഇതൊക്കെ കർണാടക മദ്യലോബിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. മുഖ്യമന്ത്രിയല്ലേ നികുതി കുറച്ചത്. ബാക്കി ആർക്ക് കിട്ടി, എത്ര കിട്ടി എന്നുള്ള വിവരങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. എന്നാൽ പ്രതിപക്ഷ ആരോപണത്തിനെതിരെ രംഗത്ത് വന്നെങ്കിലും ബജറ്റ് പ്രഖ്യാപനത്തിലെ അതൃപ്തി എക്സൈസ് മന്ത്രി M. ലിജു പരസ്യമാക്കി. നികുതി കുറയ്ക്കുമെന്ന പ്രഖ്യാപനം വകുപ്പറിയാതെ എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. അതിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും തന്നെ ഇല്ല. അതിലൊരു തീരുമാനമുണ്ടായിരിക്കുന്ന ഒരു സാമ്പത്തിക തീരുമാനമാണ്. നിലവിൽ ധനകാര്യ വകുപ്പിലെ GST വകുപ്പ് സെയിൽ ടാക്സ് സംബന്ധിച്ച് നിലവിലുണ്ടായിരുന്നതിൽ നിന്നും ഒരു റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ മറ്റൊരു തീരുമാനവും ഈ ഗവൺമെന്റ് എടുത്തിട്ടില്ല. എക്സൈസ് വകുപ്പിനെ സംബന്ധിച്ച് ഈ ഒരു വിഷയത്തിൽ നയപരമായ ഒരു തീരുമാനവും പ്രഖ്യാപിച്ചിട്ടില്ല. മന്ത്രിസഭയിൽ തന്നെ ഭിന്നത ഉടലെടുത്തത് മുഖ്യമന്ത്രി VD സതീശനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയേക്കും. നിയമസഭയിലെ ബജറ്റ് ചർച്ചയിൽ അഴിമതി ആരോപണം ശക്തമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.